3 ദളിതരെ പരിചയപ്പെടുത്തി തരാം. ഒന്ന് മുർമു, നമ്മുടെ പ്രസിഡന്റ്. ഒഡീഷയിലെ ദളിത് മേഖലയിൽ അവകാശങ്ങൾക്ക് പോരാടി അധ്യാപികയായി RSSലൂടെ വളർന്ന് മന്ത്രിയും ഇപ്പോൾ പ്രസിഡന്റുമായി. KR നാരായണൻ, കേരളത്തിലെ ദളിത് ഫാമിലിയിൽ ജനിച്ചു വളർന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് സ്കോളർഷിപ്പോടെ പഠിച്ച് പ്രസിഡന്റ് പദവി വരെ വളർന്ന വ്യക്തിത്വം. പിന്നെ വേടൻ, പഠിക്കാതെ കഞ്ചാവും വലിച്ചു നടന്ന് ദളിതർ മുഴുവൻ പഠിക്കാനുള്ള DNA പോലും ഇല്ലാത്ത അയോഗ്യരെന്ന് പ്രഖ്യാപനം നടത്തിയവൻ. പീഡന ആരോപണം നേരിട്ടവൻ. കഞ്ചാവ് ഉപയോഗം പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ തിരുത്തും എന്ന് പറഞ്ഞ ശേഷവും ഇതൊന്നും നിരോധിക്കരുത് എന്ന നിലപാടുള്ളവൻ. നിരോധനം മാറ്റിയാൽ പിടിക്കപ്പെടില്ലല്ലോ. അവിടെയാണ് കോൺഗ്രസിൻ്റെ പുതിയ നിലപാട്. വേടൻ യുവതലമുറയെ ആകർഷിക്കുന്നെന്ന്. വേടൻ മാത്രമല്ല, വേടൻ വഴി കഞ്ചാവും ഇന്ന് യുവതയെ ആകർഷിക്കുന്നുണ്ട് എന്ന് കരുതി കോൺഗ്രസ് കഞ്ചാവ് വിതരണം തുടങ്ങുമോ? യുവാക്കളെ വഴിതെറ്റിക്കുന്ന വേടനെ, ദളിതരെ മുഴുവൻ കഴിവുകെട്ട വർഗമായി കാട്ടിയ വേടനെ എടുത്ത് തലയിൽ വെക്കുമ്പോൾ ദളിതർ വീണ്ടും തോൽക്കുകയാണ്. അവർ പഠിക്കാനും മുന്നേറാനും നിൽക്കരുത്, അത് നിങ്ങൾക്ക് പറഞ്ഞ പണിയല്ല എന്ന് പറയുന്ന വേടന്മാരെ എടുത്ത് തോട്ടിൽ കളയേണ്ടത് ഈ നാട്ടിലെ ദളിതരുടെ കൂടി ആവശ്യമാണ്. അവർക്ക് മാതൃകയാവേണ്ടത് വേടന്മാരല്ല, KR നാരായണനും മുർമുവുമാണ്.